ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു പ്രാവിൻ്റെ കൂടാണ്. ഇതുപോലെയുള്ള അടിപൊളി പ്രാവിൻ്റെ കൂടാണ്. നമ്മളെ വീടുകളിൽ കോൺക്രീറ്റിൻ്റെ മറ്റും ബാക്കി വരുന്ന കുറച്ച് കമ്പികളും കുറച്ച് സ്ക്വയർ പൈപ്പുകളൊക്കെ വെച്ച് നമ്മൾ ഒരു അടിപൊളി കൂടുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പി കട്ട് ചെയ്തെടുക്കണം. 1.5 അടി നീളത്തിൽ അത്യാവശ്യം നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയും കമ്പികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കമ്പികളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കണം. സ്ക്വയർ പൈപ്പ് വെച്ചാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രെയിം കറക്റ്റ് 1.5 അടി സ്ക്വയറിൽ വെച്ച് നമുക്ക് എല്ലാ ഭാഗത്തും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത 1.5 അടി നീളത്തിലുള്ള കമ്പികൾ ഓരോ സ്ഥലത്തായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം ഒരു ഭാഗത്തുള്ളത് ചെയ്ത് കഴിഞ്ഞ് ഇനി രണ്ടാമത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിലേക്കും കമ്പികളൊക്കെ വെൽഡ് ചെയ്ത് കറക്റ്റ് പിടിപ്പിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ 2 സൈഡിലേക്കുള്ള ഫ്രെയിമുകൾ വെൽഡ് ചെയ്ത് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് രണ്ടും കൂടി യോജിപ്പിച്ച് ഒരു സ്ക്വയർ ടൈപ്പിലേക്കാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീളത്തിലുള്ള കമ്പികളൊക്കെ ഈ 2 സൈഡിൽ വരുന്ന ഫ്രെയിമുകളിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പണിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഹൈറ്റും വിഡ്ത്തും ലെങ്ത്തും എല്ലാം 1.5 അടിയാണ്. 1.5 അടിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഓരോ കൂടിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ 2 ഇഞ്ച് ഹൈറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി അതിലേക്ക് നെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. നെറ്റ് ഇതുപോലെ ഓരോ അറകളും കൂടിൻ്റെ ഓരോ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ അറകളിലേക്കും നെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ അതിൽ ഫ്ലോറിൽ വരുന്ന നെറ്റ് കുറച്ച് കട്ടിയുള്ള നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സെപ്പറേറ്റ് ആക്കിയിരിക്കുന്ന നെറ്റ് അത് കുറച്ച് കട്ടി കുറഞ്ഞത്, ഫ്ലോറിൽ നെറ്റിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞ നെറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കൂടിൻ്റെ ഇടയിലും ഇതുപോലെ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കൂടിലും പ്രാവിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, പ്രാവ് ഇങ്ങനെ കാഷ്ടിച്ചതും ആ വേസ്റ്റൊക്കെ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വേസ്റ്റ് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൂടിൻ്റെ ഇതിൻ്റെ ഇടയിൽ നെറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഇടയിൽ പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള കൂടിലേക്ക് വേസ്റ്റുകളൊന്നും പോവില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പുറത്ത് തന്നെ നമുക്കത് വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോറിലെ നെറ്റും അതിന് സെപ്പറേറ്റ് ചെയ്ത നെറ്റും അതിൻ്റെ കട്ട് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫ്ലോറിലെ നെറ്റ് കുറച്ച് ഹാർഡാണ്, സെപ്പറേറ്റ് ചെയ്ത നെറ്റ് കുറച്ച് കട്ടിയുള്ളതാണ്. ഇത് കണ്ടോ, അതിൻ്റെ ഗേജ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഓരോ കൂടിൻ്റെയും ഇതുപോലെ 1.5 അടി ലെങ്ത്ത് വെച്ചിട്ട് അതിൻ്റെ വാതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പി വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ വെച്ചിട്ട് വാതിലുണ്ടാക്കാൻ പോവാണ്. ബാക്കി ഒരു 1 അടി ലെങ്ത്ത് അങ്ങനെ ഉണ്ടാവും. ടോട്ടൽ 1.5 അടിയാണെങ്കിൽ ഒരു 1.5 അടി ഡോറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പുറകു വശത്തേക്കുള്ള നെറ്റും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സൈഡിൽ വാളിൽ വരുന്ന നെറ്റുകളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധാ ചെറിയ കമ്പി, നൂൽക്കമ്പി, കെട്ടുകമ്പി എന്നൊക്കെ പറയുന്നത്, നമ്മളിതുപോലത്തെ കമ്പി വെച്ചാണ് ഈ നെറ്റുകളൊക്കെ ഫ്രെയിമിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ടൈയോ വയർ ടൈയോ ടാഗ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും നെറ്റ് അങ്ങനെ പിടിപ്പിക്കണമെന്നേ ഉള്ളൂ. അതിങ്ങനെ വെൽഡ് ചെയ്തിട്ട് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെറ്റുകളൊക്കെ വെൽഡിങ്ങിൽ പിടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ടൈ വെച്ചോ ഇതുപോലെ കമ്പി വെച്ചോ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ഒരു ലെവലിൽ പുറകിലും നെറ്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. ഓരോ കൂടും സെപ്പറേറ്റ് ഓരോ നിലകൾ 4 നിലകളിലായിട്ട് നമ്മൾ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കൂട്ടിലും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഒരു റോ ബാക്കിയുണ്ട്. കൂടാതെ ഓരോത്തിലും ഫ്ലോറിൽ ഇതുപോലെ നെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഓരോട് സെപ്പറേറ്റ് ആയിട്ട് കൂടും സെപ്പറേറ്റ് ആക്കി വെച്ച് ഇനി ഇതിൻ്റെ ഓരോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ബാക്കിയുള്ള നെറ്റും കൂടി ഉപയോഗിച്ച് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഇതിലേക്ക് ഇനിയും നെറ്റുകൾ ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ റൂഫിൻ്റെ ഭാഗത്തും നമ്മൾ നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടെയും കൂടി നെറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ വല്ല ജീവികളോ വല്ല ഉപദ്രവകാരികളൊക്കെ പ്രാവിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ റൂഫിന് നമ്മൾ ഒരു സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 കമ്പി വെൽഡ് ചെയ്തിട്ട് ശേഷം ഒരു സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഏകദേശം എല്ലാ നെറ്റും സെറ്റ് ചെയ്ത് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ കൂട് ഇതാണ്. കൂടിനൊക്കെ വെച്ച് പ്രാവിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് പ്രാവുകളെ ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ കൂട് ഏകദേശം 4 നിലകളിലായിട്ട് 16 അറകളാണുള്ളത്. 16 ജോഡി പ്രാവുകൾ. അപ്പോൾ നമ്മളെല്ലാ കൂടുകളിലും പ്രാവുകൾ ഫുൾ സെറ്റാക്കിയതിന് ശേഷം വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.